സമാധാനത്തോടെയും ശാന്തിയോടുകൂടിയും ജനാധിപത്യ വിശ്വാസികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾക്ക് കൂടി വിഘാതം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും പ്രവർത്തനങ്ങൾ ഇന്ന് എല്ലാ വിശ്വാസികൾക്കും തിരിച്ചറിയാം. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്. രാഹുൽ ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നമ്മുടെ രാജ്യത്ത്? ജോഡോ യാത്രയില് എല്ലാ ദേശവിരുദ്ധ സംഘടനകളുമായും ശക്തികളുമായും കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് അത് നമ്മൾ കാണേണ്ടി വന്നേനെ കേട്ടോ. കാശ്മീരിലെത്തിയപ്പോൾ ആദ്യം ഇദ്ദേഹത്തെ വരവേൽറ്റ് പൂമാലയിടുന്നത് ഹമാസ് നേതാക്കളായിരിക്കും. അല്ലാന്നൊന്ന് പറ. അദ്ദേഹം ഒരുപാട് വിദേശ യാത്രകൾ നടത്തി ഇന്ത്യയെ അപമാനിച്ചില്ലേ? അദ്ദേഹം ഈ മൊത്തം രാജ്യത്തും നടത്തിയ യാത്രയേക്കാൾ ഏറെ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോകുമായിരുന്നു, അഫ്ഗാനിലേക്ക് പോകുമായിരുന്നു. ഇല്ലെന്നൊന്ന് പറയും. എല്ലായിടത്തും ചെന്നിട്ട് ഈ രാജ്യത്തെ അപമാനിച്ചില്ലേ? ഇനിയും 2024 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി എന്ന് തന്നെ തീരുമാനിക്കുക. ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന് അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പെട്ട ഒന്നായിരുന്നു. പിന്നെ എന്ത് സംഭവിക്കും ജമ്മുവിലും കാശ്മീരിലും ഒക്കെ? ലഡാക്കില് ഹിന്ദുക്കൾ ഉണ്ടാകുമായിരുന്നു. എല്ലാ ഹിന്ദുക്കളെയും ഇന്ന് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി എന്താണോ ആ മുസ്ലിങ്ങൾക്കെതിരെ ചെയ്യുന്നത്, ഹിന്ദുക്കളെ വംശഹത്യ നടത്തുന്നതിന് വേണ്ടി എന്താണോ ചെയ്യുന്നത്, അത് നമുക്ക് നമ്മുടെ രാജ്യത്ത് കാണേണ്ടി വരുമായിരുന്നു. സ്വതന്ത്ര കാശ്മീർ അവർ സ്ഥാപിക്കുമായിരുന്നു, ഒരു രാഷ്ട്രം സ്ഥാപിക്കുമായിരുന്നു. നിലവിലുണ്ടായിരുന്ന അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ചർച്ചുകളും ഒക്കെ നശിപ്പിച്ച് അവിടെ ഒന്നുകിൽ മസ്ജിദ്, അല്ലെങ്കിൽ ദർഗകൾ, അതല്ലെങ്കിൽ മദ്രസകൾ, ഒന്നുമല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ഒരു മൂത്രപ്പുരകളെങ്കിലും സ്ഥാപിക്കുമായിരുന്നു. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ഇവരിവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാ. ഞാൻ പുതിയതായിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെയാണ് ഇവർ ഈ രാജ്യത്ത് ചെയ്തിരുന്ന മതേതര പ്രവർത്തനങ്ങൾ. കേരളത്തില് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചല്ലോ, ഇന്ത്യയിൽ നിരോധിച്ചല്ലോ. രാഹുൽ ഗാന്ധി അധികാരത്തിൽ കയറിയാൽ ആദ്യം പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കാൻ നിരോധനം പിൻവലിക്കും. അത് കഴിഞ്ഞാലോ അവരെ അകത്താക്കാൻ ശ്രമിച്ച, അവരെ വിമർശിച്ച, അവരെ എതിർത്ത, അവരുടെ തീവ്രവാദങ്ങൾ ലോകത്തെ അറിയിച്ച മുഴുവൻ ആളുകളെയും ഇവരെ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യും? 1921 100 ഇരട്ടി പ്രവൃത്തികൾ അവർ ഈ കേരളത്തിൽ ചെയ്തു തീർക്കും. മലപ്പുറം ആസ്ഥാനമായിട്ടുള്ള ഒരു മാപ്പിള സ്ഥാനായിട്ട് കേരളത്തെ മാറ്റുമായിരുന്നു. 10 വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കി കേരളത്തെ മാറ്റാൻ കാത്തിരിക്കുന്ന ബാലുശ്ശേരിമാർക്ക് സഹായകരമായിട്ടുള്ള രൂപത്തിലുള്ള പശ്ചാത്തലം കേരളത്തിൽ ഒരുങ്ങുമായിരുന്നു. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ മതം മാറ്റുക, അതല്ലെങ്കിൽ നികുതി തന്നിട്ട് ജീവിച്ചോളാൻ പറയുകയോ ചെയ്യുമായിരുന്നു. ഇപ്പൊ തന്നെ ഫൈസിയുടെ പ്രസംഗം നമ്മൾ കേട്ടില്ലേ? അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ സ്വസ്ഥമായിട്ട് ഭയപ്പെടാതെ ഇവിടെ ജീവിക്കണോ വേണ്ടേ എന്നത് മുസ്ലിങ്ങൾ തീരുമാനിക്കുന്ന കാലഘട്ടം വരുമെന്നും വെറുതെ പറഞ്ഞതല്ല. ഭാരതത്തിൽ എല്ലായിടത്തും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, മുസ്ലിം വർഗീയ പ്രശ്നങ്ങൾ, കലാപങ്ങൾ, ദിവസവും പൊട്ടിത്തെറികൾ, ദിവസവും മരണങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുമായിരുന്നു. 2028 പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയെ അവർ പറഞ്ഞതുപോലെ ഇസ്ലാം മത സാമ്രാജ്യമാക്കി മാറ്റും. മജീദ് പറഞ്ഞത് 2031 കേരളം പിടിക്കുമെന്ന. 2028 കേരളത്തിന്റെ കടിഞ്ഞാൺ അങ്ങോട്ട് രാഹുൽ ഗാന്ധി കൈ കൊടുക്കുമായിരുന്നു മജീദിന്റെ. തിരുപ്പതി പത്മനാഭസ്വാമി ക്ഷേത്രം, ഇതുപോലെ ഒരുപാട് ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലിരുന്നേനെ. കാരണം രാഹുലാണല്ലോ. 1970കളിൽ മുൻ രാജാക്കന്മാരുടെ സ്വത്തുക്കൾ ശ്രീമതി ഇന്ദിരാഗാന്ധി പിടിച്ചെടുത്തതുപോലെ ഇപ്പൊ 5ാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയെ സ്വയം പര്യാപ്തതയിലേക്കും സമൃദ്ധിയിലേക്കും പതിയെ പതിയെ നടന്നെടുക്കുന്ന ഈ സ്വതന്ത്ര ഭാരതത്തെ ഒരു ദരിദ്ര പാകിസ്ഥാനാക്കി മാറ്റുമായിരുന്നു. അല്ലെങ്കിൽ ഒന്ന് പറയട്ടെ, ഇവരെ നമ്മൾ ഇതുവരെയുള്ള ചരിത്ര രേഖകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ബംഗ്ലാദേശിനെ പോലെ, പാകിസ്ഥാനെ പോലെ, അഫ്ഗാനിസ്ഥാനെ പോലെ ഒരു പിടി ഗോതമ്പിനു വേണ്ടി വാഹനത്തിന്റെ പിന്നാലെ പോയി തിക്കിലും തിരക്കിലും പെട്ട് പട്ടിണി കിടന്നു മരിക്കുകയും ഞെരുങ്ങി അമരുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് സ്വതന്ത്ര ഭാരതത്തെ കൊണ്ടു ചെന്നെത്തിക്കുമായിരുന്നു.
ഇന്ത്യയെ പല കഷ്ണങ്ങളായി തകർത്തിട്ട് ചൈനയുടെ കോളനിയാക്കി മാറ്റുമായിരുന്നു. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി ലോകം കണ്ട ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഇന്ത്യ വിരുദ്ധനാണ്. കാരണം അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ബ്രിട്ടനിൽ പോയി പ്രസംഗിച്ചത് നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ നമുക്ക് ഈ രാജ്യം വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നൊന്നും നമ്മൾ നിർബന്ധം പിടിക്കാനും പറ്റില്ല. ഇവരുടെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ രൂക്ഷമാണ്. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന് നമ്മളിപ്പോൾ കേട്ട മജീദ് സുലഹന്റെ അധ്യാപകനാണ് കേട്ടോ, ആയിരുന്നു. ജാമിയ നബി അറബിക് കോളേജിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ അധ്യാപകൻ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അധ്യാപകനും കൂടിയായിരുന്നു. അന്നും തീപ്പൊരി പ്രഭാഷണവും ജുമാ കുത്തുബകളും ഒക്കെ കാഴ്ചവെച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് കേട്ടു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ഈ രാജ്യാന്തര പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൽ അല്പനേരം നിങ്ങളോട് സംസാരിക്കേണ്ട വിഷയം മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന സ്പീഡ് കൂട്ടി വെക്കണം. സ്പീഡ് കുറഞ്ഞു പോയി. നമ്മൾ എല്ലാവരും ഈ രാജ്യവിരുദ്ധരാണ് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഈ രാജ്യത്തെ തകർക്കണമെന്ന് ആഗ്രഹമില്ല. എല്ലാവരും ഖലീഫ കുപ്പായം തയ്പ്പിച്ചു വെച്ച് ഇസ്ലാം മത രാജ്യത്തിനു വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളല്ല എന്ന് ഈ മുജാഹിദ് വിഭാഗത്തിന്റെ ഇദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. മുജാഹിദീന്റെ നേതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ഈ രാജ്യാന്തര പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൽ അല്പനേരം നിങ്ങളോട് സംസാരിക്കേണ്ട വിഷയം മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രതിരോധ ഭീകരത എന്നതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആര് എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ എന്റെയും നിങ്ങളുടെയും മനോമുഖരത്തിൽ തെളിഞ്ഞു വരും. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയർന്നു വന്ന് മുസ്ലിങ്ങളെ ശല്യപ്പെടുത്തുന്ന ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ എന്ന വ്യാജേന പ്രവർത്തിക്കുന്നവരെ തിരുത്തുക എന്നുള്ളതാണ് ബാധ്യത. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശല്യം ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മുസ്ലിങ്ങൾ സ്വൈര്യമായി എവിടെയെല്ലാം ജീവിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെയും പ്രവർത്തനങ്ങളെ ശക്തമായി തളച്ചിട്ടത് കൊണ്ടാണ് എന്ന് കാണാൻ കഴിയും. ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം ദുസ്സഹമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുന്നത്, ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ അവമതിക്കുന്നതും അപഹസിക്കുന്നതും പ്രതിക്കൂട്ടിലാക്കുന്നതും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളാണ്. കൃത്യമായി പറഞ്ഞാൽ സിമയിൽ നിന്ന് ഉത്ഭവിച്ച് NDF-ലൂടെ കടന്നു വന്ന് PF-ഉം SDPI-യും ഒക്കെയായി നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഭീതി വിതച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ ഉഗ്രരൂപങ്ങളാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലേ? ഇതൊന്ന് തുറന്നു പറയാൻ മറ്റു മുസ്ലിം സംഘടനാ നേതാക്കളും പൗരോഹിത്യവും തയ്യാറാകാത്തിടത്തോളം കാലം മുസ്ലിങ്ങൾ ഇനിയും പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരിക തന്നെ ചെയ്യും. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവരുടെ ഈ ഇസ്ലാം മത ഭീകരതയെയും മതമൗലികവാദത്തെയും ഇസ്ലാം മത രാഷ്ട്രവാദത്തെയും എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല? നമ്മൾ തന്നെ നമ്മളെ തിരുത്താതെ മറ്റുള്ളവരെ തിരുത്താൻ ഇറങ്ങി തിരിച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പരിഹാസ്യരായി മാറും. അതാണ് ഇന്ന് മുസ്ലിം സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നവും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ മുസ്ലിങ്ങളും ഈ രൂപത്തിലുള്ള ഭീകരരല്ല എന്നെങ്കിലും മനസ്സിലാക്കി തരാൻ എനിക്ക് കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു.